സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കർമുദി ത്ലാങ് എന്ന് പറയുന്ന ഒരു മലയുണ്ട് കേട്ടോ. കാണാൻ വളരെ മനോഹരമായ ഒരു മലയാണ്. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്ന വഴിക്ക് അപ്പം നമ്മളൊരു ചേട്ടനെ കാണുന്നുണ്ട് കേട്ടോ. ഒരു ബയ്യാണ്. ആ ബയ്യെ ഞാൻ മിസോറാമിലേക്ക് വരുന്ന വഴി കണ്ട് പരിചയപ്പെട്ട ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോണ വഴി കണ്ടപ്പോൾ ആൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ. അത്ര ഭയങ്കര സ്നേഹം കേട്ടോ അവിടെയുള്ള ആൾക്കാർക്ക്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാവേ. कैसा है भाई? बढ़िया। ठीक है। ये मेरा दोस्त है। अच्छा अच्छा साइकिल घूम रहे। अच्छा ठीक है। यहाँ पे घूमने के लिए जाएगा ना? സക്കർമുദി ത്ലാങ്. अच्छा अच्छा उधर. ओके। അപ്പോൾ ഇയാൾ നിൽക്കുന്ന പണിസ്ഥലം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഒരു മലയുള്ളത്. അപ്പോൾ ആ മലയിലേക്കാണ് നമ്മൾ പോണത്. ഈ മല നിൽക്കുന്നത് വളരെയധികം ഹൈറ്റിലാണ് കേട്ടോ. നിങ്ങളെന്തായാലും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സക്കർമുദി ത്ലാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി ഒന്നും കാണാനില്ല. നേരത്തെ അഷ്കർ വന്നപ്പോഴും സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയിട്ട്. ഞങ്ങൾ 11:30ക്കാണ് ഇപ്പോൾ എൻട്രൻസിൽ കൂടെ കയറി പോകുന്നത്. ഇന്നൊരു വെള്ളിയാഴ്ച കേട്ടോ. പക്ഷെ എന്നിട്ടും ഇവിടെ നമുക്ക് സെക്യൂരിറ്റീനൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഓൾ ഇന്ത്യ സൈക്കിൾ ചെയ്യുന്ന ഒരുത്തനാണ് കേട്ടോ. ഇവിടെയാണ് ആള്. അഷ്കർ എന്നാണ് പേര്. ഇവിടെ എത്ര നാളായി സൈക്കിൾ ചോട്ടം പറഞ്ഞിട്ട്? ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞ്. മിസോറാമിൽ ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞു. 1.5 മാസത്തോളം കഴിഞ്ഞ. ഇനി അടുത്ത പ്ലാൻ എങ്ങനെയാണ്? അടുത്തത് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ത്രിപുര, നാഗാലാൻഡ്. ഓക്കെ. ഇവിടെ നേരത്തെ പോയതാണോ? ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നാ. ഞാൻ വന്ന വഴിക്ക് ഇവിടെ കയറിയിട്ടാണ് പോയത്. ഓക്കെ. ഇതൊരു എന്താ പറയാ, ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. സിറ്റിയിലാണ് വന്നത്. സ്ഥലത്തിന്റെ ഒരു ഷിപ്പിർന്നോ? ഇല്ല, ഈ സ്ഥലത്തിന്റെ പേര് സക്കർമുദി ത്ലാങ്. ത്ലാങ് എന്ന് വെച്ച് കഴിഞ്ഞാല് മലേനെ ത്ലാങ് എന്നാട്ടോ അവിടുത്തെ ഭാഷയിൽ പറയാ. അപ്പോൾ മിക്ക മലകളുടെ പേരിന്റെ ലാസ്റ്റ് ത്ലാങ് എന്ന് കാണാം. ഇതൊരു ബയോഡൈവേഴ്സിറ്റി പാർക്കാ. ഇവിടെ കയറണമെങ്കിൽ ഒരാൾക്ക് 20 രൂപയും 13 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീയുമാണ്. പിന്നെ ഈ സ്റ്റെപ്പ് കണ്ടോ? ഈ സ്റ്റെപ്പ് നേരെ ചെല്ലണത് ഇതവിടെ ഒരു കാണുന്നൊരു വീട് കണ്ടോ? ആ വീട്ടിലേക്കാണ്. ആ വീട്ടിലിപ്പോൾ ആരുമില്ല, പക്ഷെ അവിടെ ആൾ താമസിക്കുന്നുണ്ട് അല്ലേ? അവിടെ താമസിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ആൾക്കാരാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മൾ വന്ന വഴിക്കാണ്ടില്ല മറ്റേ ആ ചെടിയൊക്കെ അതിന്റെ എല്ലാം പണികളും ഇവരെന്നെ ചെയ്യാ. പിന്നെ മറ്റേ മോളെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അതന്നെ, ഇത് തോട്ടക്കാർ പോലെ നോക്കി നിൽക്കണം അവര്. ആ കാണല്ലേ, അതൊരു ആ കാണണല്ലേ? ഓ, പക്ഷെ കാണുമ്പോ അടുത്ത പോലെ തോന്നുന്നു, പക്ഷെ നല്ല ദൂരം ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ചെറിയ ക്യാമ്പ് ഫയർ പോലെ. അത് അതിൻ്റെ ഉള്ളിൽ തീട്ട പാടൊക്കെ ഉണ്ട്. ഓ ഗൈസ്, ഇപ്പുറത്ത് കോടയില്ല കേട്ടോ. ഈ സൈഡ് കണ്ടോ നിറച്ച് കോട. ഇതേപോലത്തെ വ്യൂ ആണ് അവിടെ കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓ, എന്താ വ്യൂ ഗൈസ്, നോക്കിയേ. ആ കാണുന്നത് എയർപോർട്ടാണ് കേട്ടോ. ഐസ് വാളിലെ എയർപോർട്ടാണ് കാണുന്നത്. അവിടെ ചെറിയൊരു ടൗൺ പോലെ ഉണ്ടോ, അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോരോ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതോ താഴെ അവിടെ റോഡ് പണിയൊക്കെ നടക്കണം. പിന്നെ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിലേക്കോ വണ്ടി പോകണ സൗണ്ട് കേൾക്കാം, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല നമുക്ക്. ഇവിടെ എന്തായാലും കയറി നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു മലയുടെ മുകളിലേക്ക് നമുക്ക് കയറി നോക്കാം എന്തായാലും. കണ്ടോ, നമ്മളിപ്പോൾ ഇത്രയും നടന്ന് കയറി. ഇനി കുറച്ചും കൂടി മുകളിലേക്ക് പോകണം അങ്ങോട്ട്. ഓ ഗൈസ്, വ്യൂ നോക്കി, എന്ത് ജാതി വ്യൂ. നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ കയറാൻ പറ്റില്ല ഒരു കയറ്റം. കത്തിച്ച് അത്രയും പാടാ. എൻ്റെ മോനെ. ആ, അവിടുത്തെ വ്യൂ പോയിന്റ് കണ്ടോ? ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളറാണ് കൊടുത്തേക്കണേ. നോക്കി, അയ്യോ, അത് കണ്ടോ ഈ ഒരു കല്ല്. അത് വേണമെങ്കിൽ സൂയിസൈഡ് പോയിന്റ് എന്ന് പറയാം. എത്രയോ കിലോമീറ്റർ താഴ്ചയിലാണ് ഈ കല്ലിങ്ങനെ തള്ളി നിൽക്കണേന്നറിയോ? അയ്യോ നോക്കി, എൻ്റെ മോനെ. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതോ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്.
കണ്ടാ, അത് ഇതിനെക്കാട്ടി വലുതാ. മിസോറാം കാണുന്നില്ല, ഭയങ്കര വലുതാ. ആ വലിയ ഒരു ഏരിയ നമുക്കിങ്ങനെ ഏതെങ്കിലും മലയുടെ മുകളിൽ പോയി നിന്ന് കാണാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളും എന്തോ വിശാലമായി കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ കാണാം. അതെ, ഈ കാണുന്നത് മണ്ണിടിഞ്ഞ കാണുന്നതാ. അതെ, അതും മണ്ണിടിഞ്ഞ കാണാം. ഇത് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് കിടക്കണം കേട്ടോ. ഇതില് ചിലതൊക്കെ മറ്റേത് റോഡ് പണിക്ക് വേണ്ടി ഇടിച്ചിട്ടുണ്ട്, മറ്റേ വീതി കൂട്ടാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ മിസോറാമിൽ വരികയാണെങ്കിൽ സക്കർമുദി ത്ലാങ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ ബക്കറ്റ് ലിസ്റ്റ് ഇട്ടോ. ഇത്രയും അടിപൊളിയായ ഒരു കാഴ്ച ഞാൻ ഇവിടെ വരുമ്പോൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ഹൈക്ക് വേർത്താണ് നമുക്ക്. അപ്പോൾ ചാനൽ ഇന്ന് വരെ ഫോളോ ചെയ്ത് വെച്ചോളൂ. പുതിയ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ.